നമസ്കാരം. ഓ ഓ ഓ കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 25. സർഗം 25-ലെ 26 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ശ്രീരാമനും ഖരാദികളുമായിട്ടുള്ള യുദ്ധത്തിൽ ആദ്യം ശ്രീരാമന് കുറച്ച് ക്ഷീണം പോലെ തോന്നിയെങ്കിലും ഇപ്പോൾ ശ്രീരാമൻ പേമാരി തൂകും പോലെ ശരങ്ങൾ നിശാചരരുടെ മേൽ എയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചോര ഒലിപ്പിച്ച് അത്യധികം ക്ഷീണിതരായി കാണപ്പെട്ടു. ശ്രീരാമൻ്റെ ശരങ്ങൾ അന്തരീക്ഷത്തിലേക്കുയർന്ന അഗ്നിജ്വാലകൾ പോലെ ശോഭിച്ചു. നൂറുകണക്കിനും ആയിരക്കണക്കിനും നിശാചരന്മാർ മരിച്ചു വീണു. അതുപോലെ തന്നെ ഗജങ്ങളെയും ഗജാരൂഢരെയും കാലാൾപ്പടയെയും കുതിരപ്പടയെയും ഒക്കെ രാമബാണങ്ങൾ ഛിന്ന ഭിന്നമാക്കി. രാമൻ മർമ്മഭേദികളായ അനേകം ബാണങ്ങളെയ്ത് സൈന്യത്തെ വശം കെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി എന്താണ് യുദ്ധത്തിൽ നടക്കുന്നതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശ്ലോകം 27. കേചിത് ഭീമബലാശൂരാഃ പ്രാസാൻ ശൂലാൻ പരശ്വധാൻ ചിക്ഷിപു പരമക്രുദ്ധാ രാമായ രജനീചരാഃ. ചില ഭീമബലരും ശൂരരും പരമക്രുദ്ധരുമായ രാക്ഷസന്മാർ രാമൻ്റെ നേർക്ക് ശൂലങ്ങളും കുന്തങ്ങളും മഴുക്കളും ചാട്ടിവിട്ടു. ശ്ലോകം 28. തേഷാം ബാണൈർമഹാബാഹോ ശാസ്ത്രാണ്യവാര്യവീര്യവാൻ ജഹാര സമരേ പ്രാണാൻ ചിച്ഛേദ ച ശിരോധരാൻ. അവയൊക്കെ മഹാബാഹുവും വീരവാനുമായ രാമൻ ശരങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുകയും അങ്ങോട്ട് വിക്ഷേപിച്ച ബാണങ്ങൾ കൊണ്ട് അവരുടെ കണ്ഠങ്ങൾ വിച്ഛേദിക്കുകയും പ്രാണങ്ങളെ അപഹരിക്കുകയും ചെയ്തു. 29-30 ശ്ലോകങ്ങൾ. തേ ഛിന്ന ശിരസ പ്രേതു ഛിന്ന ചർമ്മശരാസനാഃ സുവർണ പാദവിക്ഷിപ്ത ജഗത്യാം പാദപായഥാ. അവശിഷ്ടായയേ തത്ര വിഷണ്ണാസ്തേ നിശാചരാഃ ഖരം ഏവാഭ്യധാവന്ത ശരണാർത്ഥം ശരാഹതാഃ. ശിരസറ്റും ചട്ടയും വില്ലുമറ്റും അവർ ഭൂമിയിൽ നിപതിച്ചു. ഗരുഡൻ്റെ ചിറകുകളിൽ നിന്നുള്ള കൊടുങ്കാറ്റേറ്റ് മരങ്ങൾ നിപതിക്കും പോലെ ശരാഹതരായിട്ടും ചാവാതെ ശേഷിച്ചവർ വിഷണ്ണരായി ഖരൻ്റെ അടുത്തേക്ക് ശരണാർത്ഥം പാഞ്ഞു. ശ്ലോകം 31. താൻ സർവാൻ ധനുരാദായ സമാശ്വാസ്യ ച ദൂഷണഃ അഭ്യധാവത് സുസംക്രുദ്ധഃ ക്രുദ്ധം ക്രുദ്ധ ഇവാന്തകഃ. ശ്ലോകം 31 അർത്ഥം: അവരെയെല്ലാം സമാശ്വസിപ്പിച്ചിട്ട്
തൻ്റെ ധനുസ്സെടുത്ത് അതിക്രുദ്ധനായി ദൂഷണൻ ക്രുദ്ധനായ രാമൻ്റെ നേർക്ക് അന്തകനെ പോലെ പാഞ്ഞെടുത്തു. ശ്ലോകം 32. നിവൃത്താസ്തു പുനഃ സർവേ ദൂഷണാശ്രയനിർഭയാഃ രാമം ഏവാഭ്യധാവന്ത സാലതാല ശിലായുധാഃ. ദൂഷണനെ ആശ്രയിച്ചുകൊണ്ട് തിരികെ വന്നവരായ രാക്ഷസന്മാർ രാമൻ്റെ നേർക്ക് നിർഭയരായി സാലവൃക്ഷങ്ങളും പനകളും പാറക്കല്ലുകളുമേന്തി പാഞ്ഞെടുത്തു. ശ്ലോകം 33. ശൂലമുദ്ഗരഹസ്താച്ഛ പാശഹസ്താ മഹാബലാഃ സൃജന്ത ശരവർഷാണി ശസ്ത്രവർഷാണി സംയുഗേ. ശൂലങ്ങളും മുദ്ഗരങ്ങളും പാശങ്ങളും കയ്യിലേന്തിയ മഹാബലന്മാർ യുദ്ധത്തിൽ ശരങ്ങളുടെയും ശസ്ത്രങ്ങളുടെയും പേമാരി തൂകി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.